ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1.5 kg വരുന്ന ഒരു ടോൾ കേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ 6 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്ത ഒരു 3 കേക്കാണ് കേട്ടോ. നമ്മൾ 1 kg ടോൾ കേക്കിന് 6 ലെയറായിട്ടല്ലേ കട്ട് ചെയ്ത്. ഇത് ഞാൻ 8 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. 2 സ്പഞ്ചും വന്ന് 6 ലെയറും മൂന്നാമത്തെ സ്പഞ്ചും വന്ന് 2 ലെയറും അങ്ങനെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 7 ലെയർ ആയാലും കുഴപ്പമില്ല. ലെയേഴ്സ് കൂടുന്തോറും നമുക്ക് ഐസിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല ഹൈറ്റ് കിട്ടും നമുക്ക്. ഇതിൽ ഞാൻ 1.5 kg കേക്ക് ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ടിപ്പും കൂടിയും പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ലെയറും ഫില്ലിങ്സും ക്രീമും കൊടുത്തിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ലെയർ വെക്കുമ്പോഴും കേക്ക് ഇങ്ങനെ താഴ്ഭാഗം ഇങ്ങനെ ആടി കളിക്കാൻ തുടങ്ങും. ഇപ്പം തന്നെ ഞാൻ 4 ലെയർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആടിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 5 ലെയർ ആയപ്പോഴേക്കും ഞാൻ കേക്ക് ഇങ്ങനെ തെന്നി കളിക്കുന്നത് കൊണ്ട് ഞാൻ നിർത്തിയിട്ട് അത് ഞാൻ സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഓരോ ലെയർ ചെയ്യുമ്പോഴും സൈഡിലും കൂടി ക്രീമാക്കി കൊണ്ടുവരുന്നത് നന്നായിരിക്കും കേട്ടോ ടോൾ കേക്ക് ചെയ്യുമ്പോൾ. ഇത്രയും ഭാഗം ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. സ്ക്രാപ്പർ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. ഇനി നമ്മൾ ചെയ്യുന്നത് വേറൊരു ബേസ് എടുത്തിട്ട് ബാക്കി വരുന്ന 3 ലെയറും ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ 3 ലെയറും സെയിം മെത്തേഡ് തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്നാൽ നമുക്ക് ഐസിങ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. 8 ലെയറും ഒരുമിച്ച് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ബേക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്തപ്പോൾ കേക്ക് 1-2 തവണ എൻ്റെത് ചെരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ടോൾ കേക്ക് 1.5 kg വരുമ്പോഴൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഈ മെത്തേഡിലാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. നമ്മൾ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതല്ലേ, അതുകൊണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും കേക്ക്. 1 kg ചെയ്യുന്ന ടോൾ കേക്കിൽ സ്റ്റിക്കില്ലെങ്കിലും 1.5 kg നിർബന്ധമായിട്ടും വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ക്രം കോട്ട് ചെയ്യുന്നത് നൈറ്റാണേ. എന്നിട്ട് സെറ്റാൻ വെച്ചിട്ട് രാവിലെ എടുത്തിട്ടാണ് ഞാനിത് ഫൈനൽ കോട്ട് ചെയ്തെടുത്തത്. ഞാനീ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടോൾ കേക്ക് ഫെയിലാവില്ല. അങ്ങനെ രാവിലെ ഞാൻ കേക്ക് പുറത്തെടുത്ത് ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ക്രം കോട്ട് ചെയ്ത കേക്കിനെ ഫസ്റ്റ് ക്രം കോട്ട് ചെയ്ത കേക്കിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് കേക്കിൻ്റെ മുകളിൽ ഐസിങ് നൈഫ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കേക്കിൽ ഞാനൊരു 4 സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ കേക്കിൻ്റെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ക്രീം ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് നല്ല ഹൈറ്റ് കിട്ടും കേക്കിന്. അങ്ങനെ കേക്കിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നൈഫ് കൊണ്ടും സ്ക്രാപ്പർ കൊണ്ടും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം പിന്നെയാണ് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് ഒന്നുകൂടെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കേക്കിനെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്കിനെ വീണ്ടും പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീമിൽ ഒരു ഡ്രോപ്പ് സ്കൈ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. മുകളിലും താഴെയും എല്ലാ ഭാഗത്തും നന്നായി തിക്കായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സ്പഞ്ച് പുറത്ത് കാണും.
ഭാഗത്തും ക്രീം ആയതിന് ശേഷം നമ്മൾ സ്ക്രാപ്പർ എടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഐസിങ് നൈഫ് കൊണ്ട് മുകളിൽ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുക. ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ക്രീം അപ്ലൈ ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാ കേക്കിന് നന്നായിട്ട് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കസ്റ്റമർ റെഫറൻസ് പിക്ക് സെൻഡ് ചെയ്തിരുന്നു. ഞാൻ കുറേ മുമ്പ് ചെയ്തൊരു ഡിസൈൻ തന്നെ ആയിരുന്നു അത്. ഈ കേക്കിൽ ഞാൻ പ്രിൻ്റ് ചെയ്തൊരു ബേബി ഗേളിൻ്റെ പ്രിൻ്റ് വെക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്ത ഷോപ്പിൽ ഒന്നുകൂടെ ഹൈറ്റിലാണ് ഞാൻ സൈസ് പറഞ്ഞു കൊടുത്തിരുന്നത്. പക്ഷെ അവർ ചെയ്ത് വന്നപ്പോൾ ഒന്ന് ചെറുതായിപ്പോയി. പിന്നെ ലീഫിൻ്റെ ചെറിയ നോസിൽ കൊണ്ട് കുറച്ച് ഗ്രാസ് വരച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ നോസിൽ കൊണ്ട് പിങ്ക് കളറിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ സ്റ്റാർ നോസിൽ കൊണ്ട് ഓറഞ്ച് കളറിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടി വരക്കുന്നുണ്ട്. ലേസർ പ്രിൻ്റ് ചെയ്ത കുറച്ച് ബട്ടർഫ്ലൈസും കൂടി വെക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ ഒരു റെയിൻബോ കൂടി വെക്കുന്നുണ്ട്. അതും പ്രിൻ്റ് ചെയ്തത് തന്നെയാണ്. പ്രിൻറ്റിൻ്റെ ബാക്കിൽ 2 സ്റ്റിക്ക് വെച്ച് അതിന്മേൽ ടാപ്പ് ഒട്ടിച്ചിട്ട് അങ്ങനെ ടോപ്പറാക്കിയതാണ്. പിന്നെ ഗ്രാസ് നോസിൽ കൊണ്ട് കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഗ്രാസ് വരക്കുന്നുണ്ട്. കേക്കിൻ്റെ ടോപ്പിലാണ് കൂടുതലായിട്ടും ഗ്രാസ് വരച്ചിട്ടുള്ളത്. ഫ്ലവർ വരച്ച നോസിൽ കൊണ്ട് തന്നെ മൊത്തമായിട്ട് ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതെടുത്തപ്പോൾ വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. കേക്കിൻ്റെ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.